ഹായ് ഫ്രണ്ട്സ്, ന്യൂസ് സാറ്റർഡേയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നിക്കുകുട്ടൻ്റെ 3rd ബർത്ത്ഡേ സെലിബ്രേഷനാണ് നമ്മുടെ വ്ളോഗ്. അപ്പോൾ നമ്മുടെ നിക്കുകുട്ടൻ്റെ പപ്പ അവിടെ നിന്ന് ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഡെക്കറേഷനൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിക്കുകുട്ടനാണെങ്കിൽ അവിടെ ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ അവിടുത്തെ ടോയ്സൊക്കെ എടുത്ത് നിരത്തി അവിടെ ഫുൾ കളിയാണ് ആൾ. പുതിയ ടോയ്സ് കിട്ടിയിട്ടുണ്ട് 2 പേർക്കും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ അതേ ന്യൂസിൻ്റെ പുതിയ ടോയ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതേ എടുത്ത് കാണിച്ചു തരാൻ പോവാം കേട്ടോ. ഇതാണ് ന്യൂസിൻ്റെ പുതിയ ടോയ്. എന്നുവെച്ചാൽ നമ്മുടെ മീൻ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് അവൾക്ക് മേടിച്ചു കൊടുത്തത്. നല്ല രസമുള്ളൊരു സംഭവമാണത്. നമുക്കും വേണമെങ്കിൽ ഇരുന്ന് കളിക്കാൻ ടൈം പോകും, നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് ഇങ്ങനെ ആൾ കളിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര ഹാപ്പിയാണേ. ഇതാണ് നിക്കുകുട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്, ഒരു വലിയ വണ്ടി. ഇത് കണ്ടപ്പോൾ തന്നെ അവൻ ഇതിൽ കയറി പിടിച്ചിട്ട് പിന്നെ വിട്ടിട്ടില്ല. അപ്പം അതിലതേ അവൻ ആമേനെയൊക്കെ കൊണ്ട് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. 2 പേരും കൂടി ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇടയ്ക്കൊക്കെ ഇടിയൊക്കെ ഉണ്ടാക്കും, എന്നാലും ഇപ്പോൾ കുഴപ്പമില്ലാണ്ടിരുന്ന് കളിക്കുന്നുണ്ട് 2 പേരും. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഇടിയും ബഹളമൊക്കെ ഉണ്ടാവും കേട്ടോ 2 പേരും. അതേ 2 പേരും ഭയങ്കര സ്നേഹത്തോടെ ഇരുന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ നമ്മുടെ ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് ടൈം ആയിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് തൂക്കി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കേക്ക് ഉണ്ടാക്കുന്ന വിജി ചേച്ചി, യമ്മി കേക്ക്സ് അല്ലേ, സൂപ്പർ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കൊക്കെ എത്തിയത് കണ്ടല്ലോ. അതേ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. സിമ്പിൾ ഡെക്കറേഷൻ ആട്ടോ, കൂടുതലായിട്ടൊന്നുമില്ല. ഒരു ഹാപ്പി ബർത്ത്ഡേ, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ, പിന്നെ ഒരു 5-6 ബലൂൺ അവിടെ ഇവിടെയൊക്കെ തൂക്കാനുണ്ട്. അതേ നിക്കുട്ടൻ്റെ പപ്പയായിരുന്നു ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിക്കുട്ടൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബലൂൺ വീർപ്പിക്കാനായിട്ട്. അങ്ങനെ പതുക്കെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ന്യൂസ് ഞാൻ ട്രൈ ചെയ്യാം പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ബലൂൺ വീർപ്പിക്കാൻ നോക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അതെ, അപ്പം നമ്മുടെ നിക്കൂട്ടനും എണീറ്റ് വന്നിട്ടുണ്ട്. ചേച്ചി വീർപ്പിക്കുന്ന കണ്ടപ്പോൾ നിക്കൂട്ടനും ഒന്ന് വീർപ്പിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് അവനും കൂടി ട്രൈ ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയ് നിക്കൂട്ടൻ ഒന്ന് ട്രൈ ചെയ്യുകയാണ് ബലൂൺ വീർപ്പിക്കാനായിട്ട്. പക്ഷെ വീർക്കുന്നില്ല, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ആൾ. അപ്പോൾ ഇതേ ബലൂണൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന കേട്ടോ കാണുന്നത്.
അപ്പോൾ ഏകദേശം നമ്മുടെ ബർത്ത്ഡേയുടെ സെറ്റിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നിക്കൂട്ടൻ്റെയൊക്കെ ഫ്രണ്ട്സ് വന്നു. അപ്പുറത്തെ വീട്ടിലെ കുറച്ച് പിള്ളേരുണ്ട്, അവർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അപ്പയും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. ഇനി നമുക്ക് കേക്കൊക്കെ എടുത്ത് വെക്കണം. ഇതാണ് കേട്ടോ നിയൂസിൻ്റെ ഡ്രസ്സ്. അപ്പോൾ നിയൂസ് അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ആക്ച്വലി നിയൂസിൻ്റെ ബർത്ത്ഡേ പോലെയാണ് അവളിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. നിക്കൂട്ടൻ്റെ ആണെങ്കിൽ 2 പേരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെയാണ്. നിക്കൂട്ടൻ അവിടെ മുടി ചീവിക്കൊണ്ടിരിക്കുകയാണ്, സുന്ദരക്കുട്ടപ്പനായിക്കൊണ്ടിരിക്കുക ബർത്ത്ഡേ പോയി. അപ്പോൾ അതേ തൊപ്പിയൊക്കെ വെച്ചു. തൊപ്പി വെക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എന്നാലും കുറച്ച് നേരത്തെങ്കിലും തലയിൽ വെക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അവന് തൊപ്പി വയ്ക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതെല്ലാവരും തൊപ്പിയൊക്കെ വെച്ചിട്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. നിക്കോസിൻ്റെ കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് പപ്പ അത് തുറക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നിക്കൂട്ടൻ ഇങ്ങനെ ഓടി വന്ന് അവൻ്റെ കേക്ക് കണ്ടപ്പോൾ, കേക്ക് എന്ന് പറഞ്ഞാൽ നിക്കൂന് ന്യൂസിനൊക്കെ ഒരു വീക്ക്നെസ്സാണേ. അപ്പോൾ അവൻ ഓടി വന്ന് അടുത്തിരിക്കുവാണ് എന്താണ് കേക്ക് എന്ന് കാണാൻ വേണ്ടിയിട്ട്. പപ്പ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നിക്കൂട്ടൻ്റെ കേക്ക്. അവൻ്റെ ഡ്രസ്സിന് മാച്ചിങ് കളറിലുള്ള ഒരു കേക്ക്. പിന്നെ അവന് സർപ്രൈസായിട്ട് ഞാനൊരു കുഞ്ഞ് കാർ ആ കേക്കിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്, സർപ്രൈസ് ഗിഫ്റ്റ് പോലെ. അവന് ഒരു വണ്ടി പ്രാന്തനാണ് എൻ്റെ മോൻ. അത് കാരണം അവന് ചെറിയ കാറ് ആ കേക്കിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കളിക്കാനായിട്ട്. വളരെ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് കപ്പ് കേക്ക്സും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇപ്പോൾ കേക്ക് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ്ങിലേക്ക് അങ്ങോട്ട് കടക്കാം.
അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഏതാണ് സ്ഥലം എന്നുള്ളത് അടുത്ത വീഡിയോയിലായിരിക്കും നിങ്ങൾ കാണാം. അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ കണ്ടക്കടവ് എന്ന് പറയും, കുമ്പളങ്ങിയിൽ തന്നെയുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ കണ്ടക്കടവ് വഴി കുറച്ച് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം, നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് ഒരു വള്ളത്തിൽ കയറിയാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക വള്ളം വരാനായിട്ട്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളെ വിളിക്കാനായിട്ട് അവിടെ നിന്ന് വള്ളത്തിൽ ആൾക്കാർ വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.